കോഴിക്കോട് ഫറോക്ക് പഴയ പാലത്തിന്റെ അപകടാവസ്ഥയെ ചൊല്ലി വിവാദം. ജീർണിച്ച തൂണുകൾ അറ്റകുറ്റപ്പണി നടത്താതെയാണ് പാലം മോടി പിടിപ്പിച്ചതെന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. എന്നാൽ പാലത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ തെറ്റിദ്ധാരണ പരത്തുകയാണെന്നാണ് പൊതുമരാമത്ത് മന്ത്രിയുടെ മറുപടി. വലിയ പ്രചാരണം നൽകിയാണ് പാലം ഇല്യൂമിനേറ്റ് ചെയ്തതും പാലത്തിന് സമീപത്ത് പാർക്ക് നിർമ്മിച്ചതും. പൊതുമരാമത്ത് മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ മുഖമായി അവതരിപ്പിക്കപ്പെട്ട ഫറോക്ക് പാലത്തിന്റെ തൂണുകൾ തുരുമ്പിച്ചതിന്റെയും അപകടാവസ്ഥയിലായതിന്റെയും ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. അറ്റകുറ്റപ്പണി നടത്തിയതിൽ അഴിമതിയുണ്ടെന്ന ആരോപണവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. ഫറോക്ക് പഴയപാലം സംരക്ഷണ സമിതി പരസ്യ പ്രതിഷേധവും സംഘടിപ്പിച്ചു. ഈ പാലത്തിന് ഒരു സേഫ്റ്റി സർട്ടിഫിക്കറ്റും ഒരാളും കൊടുത്തിട്ടില്ല. ഇന്നത്തെ ഈ ഒരു കണ്ടീഷനിൽ അത് കൊടുക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നാണ് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഈ 1.25 കോടിയുടെ അതിൻ്റെ വൈപ്പർക്കേഷൻ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം. 95 ലക്ഷം മെയിൻ്റനൻസിന് മുടക്കിയെന്ന് പറയുന്നത് ആർക്കും അറിയില്ല. അതിൻ്റെ ടെൻഡറിനെ കുറിച്ചൊരു ധാരണയില്ല. എന്ത് വർക്ക് നടത്തിയെന്നതിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ ഇല്ല. ഇപ്പം എന്താ മന്ത്രി മിണ്ടാത്തത്? അതേസമയം കേടുപാടുകൾ പരിഹരിക്കാൻ 85 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ടെന്നും അതിനിടെ നടക്കുന്ന പ്രചരണങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണെന്നുമാണ് പൊതുമരാമത്ത് വകുപ്പ് നൽകുന്ന വിശദീകരണം. മീഡിയ 1 കോഴിക്കോട്.